അതുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു. ആസിഫ് അലി രമേശ് നാരായൺ വിവാദം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയായി മാറിയ സാഹചര്യത്തിലാണിപ്പോൾ നടൻ മോഹൻലാൽ ആസിഫിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. ആസിഫിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ മടി കാണിച്ച രമേശ് നാരായൺ പരസ്യമായി അദ്ദേഹത്തെ അപമാനിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തില്ല എന്നും ആസിഫ് അലിയുടെയും സംവിധായകൻ ജയരാജിന്റെയും കയ്യിൽ നിന്നും ഒരുമിച്ച് അവാർഡ് വാങ്ങാൻ നോക്കിയപ്പോൾ ആസിഫ് അവിടെ നിന്നും മാറിയെന്നും അല്ലാതെ താൻ അപമാനിച്ചതല്ല എന്നും രമേശ് നാരായൺ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ, ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ. അപ്പോൾ വിളിക്കുന്നു, ജയരാജ് വരുന്നു. ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. മോശം പെരുമാറ്റമാണ് ആസിഫ് അലിയോട് രമേശ് നാരായൺ കാണിച്ചതെന്നും ഈ വിഷയത്തിൽ രമേശ് നാരായൺ ആസിഫ് അലിയോട് മാപ്പ് പറയണമെന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ലാലേട്ടൻ ഇതിൽ ഇടപെടുകയും ഈ സംഭവത്തിൽ മറ്റ് അമ്മയിലെ ഭാരവാഹികളെ വിളിച്ച് ആസിഫിന്റെ കൂടെ പരസ്യമായി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായും അതിന്റെ ഭാഗമായാണ് അമ്മ അസോസിയേഷൻ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന പോസ്റ്റാണ് അമ്മ അസോസിയേഷൻ മുഖാന്തരം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയത്. ഈ പോസ്റ്റിന് കീഴെ പരസ്യമായാണ് നടന്മാർ ആസിഫ് അലിക്ക് സപ്പോർട്ടും രമേശ് നാരായണനെ വിമർശിച്ചും രംഗത്തെത്തിയത്. എന്തായാലും ലാലേട്ടൻ ഈ വിഷയത്തിൽ ആസിഫ് അലിയെ നേരിട്ട് വിളിച്ചെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടെന്നുമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.